ശ്രീ നിഖിൽ രാജ് ഉണ്ട്. നിഖിൽ രാജ് സാർ, എന്തിനും ഏതിനും എ ഐ ആണിപ്പോൾ. നമുക്ക് പോയിന്റ്സ് ആണെങ്കിൽ അങ്ങനെയുണ്ട്, പ്രബന്ധങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട്, റിസർച്ച് പേപ്പറുകളാണെങ്കിൽ അങ്ങനെയുണ്ട്. എല്ലാത്തിനും ഒരൊറ്റ സെർച്ച് കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിലാണ് ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നത്. എത്രമാത്രം ഈ എ ഐ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായി കഴിഞ്ഞു? ഇത് പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് തിരിച്ചടിയാവുകയാണോ ചെയ്യുന്നത്? നമസ്കാരം. ആദ്യമായിട്ട് ഒരു ടെക്നോളജി നമുക്ക് ഉപകാരമാകുന്നത് ആ ടെക്നോളജി സാധാരണക്കാരന്റെ അല്ലെ സാധാരണ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ സഹായിക്കുമ്പോഴാണ്. അപ്പം താങ്കൾ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് ചില കാര്യങ്ങളിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് സഹായമാണ്. നമ്മളെ അത് ഉപകരിക്കുന്നുണ്ട്, നമുക്ക് വല്ലാത്ത തരത്തിൽ ഉപകരിക്കുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കും. എന്നാൽ എന്താണ് വേണ്ടതെന്നോ എങ്ങനെയാണ് അതിന്റെ ഡേറ്റ വേണ്ടതെന്നോ എന്നുള്ളതൊന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്യേണ്ടവർ യഥാർത്ഥത്തിൽ റിസർച്ച് ചെയ്യും. ഉള്ള ഡേറ്റാബേസിൽ നിന്ന് കുറച്ച് ഡേറ്റ ലഭ്യമാക്കാനാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്നത്തെ സാഹചര്യത്തിൽ എ ഐ സഹായിക്കുന്നത്. ഇനിയും എയുടെ തന്നെ നെക്സ്റ്റ് ഒരു ജനറേഷൻ ആണ്, അതായത് മറ്റൊരു തലമാണ് ജനറേറ്റീവ് എ ഐ, ജെൻ എ ഐ എന്നറിയപ്പെടുന്നത്. ജെൻ എ ഐ ആണ് യഥാർത്ഥത്തിൽ നമ്മളെ കുറച്ചുകൂടി സഹായിക്കുന്നത്. ജെൻ എ ഐയിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ, പുതിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്. അതായത് നമ്മൾ ഒരിക്കൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിലേക്ക് ഒരിക്കൽ ഫീഡ് ചെയ്ത കൊടുത്ത കണ്ടന്റിൽ നിന്നും പുതിയൊരു തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ തരം പാട്ടുകൾ, പുതിയ പിക്ചറുകൾ, പുതിയ വീഡിയോ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ എ ഐക്ക് സാധ്യമാകുന്നു. അപ്പം ഇത് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റീവ് എ ഐയുടെ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഉള്ള കണ്ടന്റിൽ നിന്നും പുതിയ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ പോലും നാളെ ഒരു സമയത്ത് ഉപകാരപ്പെടും, ഒരു സംശയവുമില്ല. ഇന്ന് പലരും ഉപയോഗിക്കുന്നത്, നിങ്ങൾ പലരും ചാറ്റ് GPT ഉൾപ്പെടെയുള്ള പല ആപ്ലിക്കേഷൻസും ഓൾറെഡി ഉപയോഗിക്കുന്നവരാവും. ഈ ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ലഭ്യമാകുന്നത് ഡേറ്റയാണെങ്കിൽ നാളെ കുറച്ചുകൂടി ഇപ്പൊ തന്നെ നമുക്ക് മ്യൂസിക്കും ഇമേജസും ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. വീഡിയോസ് 2-3 സെക്കൻഡ് വരെ കിട്ടുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഓൾറെഡി അവൈലബിൾ ആണ്. എന്നാൽ നാളെ ഒരു സമയത്ത് വലിയ ഫുൾ ലെങ്ത് മൂവി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജെൻ എ ഐ ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനെ 2 തലത്തിൽ കാണണം. മനുഷ്യൻ പല സമയത്തും പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് നമുക്ക് ദോഷമല്ല, ഗുണമാണ് പലതരത്തിലും ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോയി നോക്കിയാൽ തന്നെ അറിയാം. പണ്ട് മനുഷ്യൻ മെഷീനുകൾ കണ്ടുപിടിച്ചു, അതിനെ പിന്നീട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 എന്ന് വിളിച്ചു. അതിനുശേഷം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ, ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ ആയിരുന്നെങ്കിൽ രണ്ടാമത് ഇലക്ട്രിസിറ്റി വന്നു. അതിനുശേഷം കമ്പ്യൂട്ടറുകൾ വന്നു, റോബോട്ടുകൾ വന്നു. എന്നാൽ ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഇതിനെ ഇൻഡസ്ട്രി കാണുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡസ്ട്രിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ചില ജോലികൾ, ചില റോളുകൾ മാറും. മുൻപ് നമ്മൾ പല വലിയ ബിൽഡിങ്ങുകൾ ചെല്ലുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്നൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു റോളായിരുന്നു അത്. എന്നാൽ ഇന്ന് ആ റോൾ പല ബിൽഡിങ്ങുകളിലും ഇല്ല, നമ്മളുടെ ഫ്ലാറ്റുകളിലില്ല. അവിടെ നമുക്ക് സെൽഫ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലിഫ്റ്റുകളാണുള്ളത്. ചില സ്ഥാപനങ്ങളിൽ ഇപ്പോഴും അതുണ്ട്, രോഗികളെയൊക്കെ സഹായിക്കാനായിട്ട്. പക്ഷെ പൊതുവെ അത്തരം റോളുകൾ ഇല്ലാതായി. എന്ന് പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ചില റോളുകൾ ഇല്ലാതാവും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ഓഡിയോ ആർട്ടിസ്റ്റ് എന്നൊരു റോൾ ഉണ്ടായിരുന്നു. ഞാൻ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഓഡിയോ ആർട്ടിസ്റ്റ് എന്നൊരു റോൾ ഉണ്ടായിരുന്നു. ആ റോള് സ്വാഭാവികമായിട്ടും ഇല്ലാതാവുകയാണ്. കാരണം ഓഡിയോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോഡുലേറ്റ് ചെയ്ത് തരുന്ന ഓഡിയോ ടൂളുകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പുതിയ നിയമസംഹിത നമുക്ക് രാജ്യത്ത് നിലവിൽ വന്നു. ഇന്ന് ആ നിയമം അറിയുന്ന വക്കീലന്മാർ ആരുമില്ല എന്നല്ല, അവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും ഗംഭീരമായി പറയാൻ ഈ ഡേറ്റ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എ ഐ ടൂളിന് സാധിക്കും. അങ്ങനെ എവിടെയൊക്കെ എ ഐ ടൂൾ കൃത്യമായി യൂസ് ചെയ്യുന്നോ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഗുണകരമായി മാറത്തുള്ളൂ. മെഡിസിൻ മറ്റൊരു വലിയ മേഖലയാണ്, നമ്മളെ വലിയ രീതിയിൽ സഹായിക്കാൻ പോകുന്ന ഒരു മേഖല എന്ന് കാരണം നമുക്ക് വർഷങ്ങളുടെ പരിചയം കൊണ്ട് അവരുടെ എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്ന ഒരു അറിവ്
അത് ഒരു AI ടൂളിന് വളരെ നിസ്സാരമായി നിമിഷങ്ങൾ കൊണ്ട് അവർ ആ ടൂളിന്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ സെറ്റിലുള്ള ആയിരക്കണക്കിന് ഡേറ്റകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡേറ്റകൾ കമ്പയർ ചെയ്ത് ഒരു രോഗിക്ക് എന്താണോ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്, ഞാനൊരു രോഗിയാണെങ്കിൽ എനിക്ക് എന്താണോ എന്റെ സാഹചര്യം എന്താണ്, എന്റെ ഏജ് എന്താണ്, ഞാൻ ജീവിക്കുന്ന സാഹചര്യം എന്താണ്, എനിക്ക് ഇതിനു മുമ്പുണ്ടായ അസുഖങ്ങൾ എന്താണ്, ഇതിന് സമാനമായ അസുഖങ്ങൾ വന്നിട്ടുള്ള ഇതിന് സമാനമായ പ്രായമുള്ള ശാരീരിക രീതികളുള്ള ഒരാൾക്ക് കൊടുത്ത അതിൽ നിന്ന് നല്ല റിസൾട്ട് വന്ന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായവരുണ്ടാവും, നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. ഈ ഡേറ്റ എല്ലാം നിമിഷങ്ങൾ കൊണ്ട് കമ്പയർ ചെയ്ത് ഏറ്റവും നല്ല സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യാൻ ഒരു AI ടൂളിന് സാധിക്കും. ഒരു പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടർക്കും സാധിക്കില്ല എന്നല്ല, ഡോക്ടറുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് സാധിക്കും. എന്നാൽ നിമിഷങ്ങൾ കൊണ്ട് ഇത്തരം റെക്കമെൻഡേഷൻസ് നൽകാൻ ഒരു AI ടൂളിന് സാധിക്കും. പലപ്പോഴും ടെക്നോളജി വേൾഡിൽ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ അവസ്ഥയിൽ AI ടൂൾ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. AI ടൂളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്ന റിസൾട്ട് ഒരു തവണ മനുഷ്യനൊന്ന് അനലൈസ് ചെയ്ത് ഇത് ശരിയാണോ എന്ന് നോക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ അതും മാറുമായിരിക്കും. അപ്പം AI ടൂൾ ഇന്ന് നമുക്ക് തിരിച്ചു വരാം. ശ്രീ